ശബരിമല സ്വർണ്ണക്കേസിലെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിൽ നിയമസഭ പിരിഞ്ഞു. പ്രതികൾ സ്വാഭാവിക ജാമ്യം തേടി പുറത്തു പോകുന്നത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കും എന്ന ആശങ്ക ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ജാമ്യം നേടിയാലും പ്രതികൾ രക്ഷപ്പെടില്ലെന്ന ഹൈക്കോടതി പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിന്റെ മറുപടി. കള്ളന്മാരെ സംരക്ഷിക്കും, സംരക്ഷിക്കും സർക്കാരെ, നിങ്ങൾക്കിവിടെ മാപ്പില്ല. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം സമാപിക്കുന്ന ദിവസം സംഭവബഹുലമാക്കാൻ ഉറച്ചാണ് പ്രതിപക്ഷം എത്തിയത്. രാവിലെ നിയമസഭാ കവാടത്തിന് മുന്നിൽ അണിനിരന്ന ശേഷം പ്രകടനമായാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. സഭാതലത്തിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം. ഈ പ്രതികൾ കൂടി പുറത്തിറങ്ങിയാൽ മുഴുവൻ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത് ഇല്ലാതായി മാഞ്ഞുപോകും. ഇവരെ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഭരണപക്ഷം രംഗത്തെത്തി. ശബരിമല വിഷയത്തിൽ ഇനി ഒരടി പോലും പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനമായിരുന്നു ഭരണപക്ഷം നടത്തിയത്. ഇതൊരു കുത്തുകേസല്ല, ഇതൊരു സാധാരണ കേസല്ല. ധൃതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല, പോറ്റി ചെന്നിടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. ഭയമാണ്, ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വ്യക്തിപരമായ വിമർശനങ്ങൾ സ്പീക്കറും അതൃപ്തി പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിവസത്തെ പോലെ സ്പീക്കറുടെ മുഖം മറയ്ക്കാനോ ഡൈസിൽ കയറാനോ മുതിരാതിരുന്ന പ്രതിപക്ഷം ഇന്ന് നടുത്തളത്തിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധം കനത്തോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. ഈ വർഷത്തെ അന്തിമ ധനാഭ്യർത്ഥനകളും ധനവിനിയോഗ ബില്ലും ചർച്ച കൂടാതെ പാസാക്കിയാണ് സഭ പിരിഞ്ഞത്. ഇനി 23-ന് സഭ സമ്മേളിക്കുകയുള്ളൂ. സഭ പിരിഞ്ഞ ശേഷം ഭരണപക്ഷം പ്രകടനമായി പുറത്തേക്ക് വന്നു. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ തുടരുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.